So we were discussing about contents of the third module. Third module is related with gyroscopic effects. So gyroscopic effect and gyroscopic couple എന്താന്നുള്ളതിനെ പറ്റിയുള്ള ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ പ്ലസ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇതാണ് ഞാൻ കാണിച്ചത്. വിൽ ഗെറ്റ് ഇൻ ദ അനലിറ്റിക്കൽ പാർട്ട്. എന്താണ് ബേസിക്കലി ഗൈറോസ്കോപ്പ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓർ വാട്ട് ആർ ഇറ്റ്സ് എഫക്ട്സ്, അതൊക്കെ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ടൊന്ന് നോക്കാം. സ്റ്റാർട്ട് വിത്ത് ആംഗുലാർ വെലോസിറ്റി. എന്താണ് ആംഗുലാർ വെലോസിറ്റി നേച്ചർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് a path towards gyroscopic couple on what I'm going to talk about. See, angular velocity of a rotating body is generally specified by what parameters? എന്തൊക്കെയാണ്? Velocity definitely vector quantity. So definitely it will have a magnitude. It will have a sense of rotation. Sorry, sense of rotation അല്ലെങ്കിൽ direction of rotation. For example, this is a shaft. The shaft is rotating disk in the air. Shaft disk rotating. Now this is having an angular velocity omega. In direction of angular velocity omega. Shaft में E and A, E and B and so now this angular velocity is specified by the following parameters. എന്തൊക്കെ parameters ആയിരിക്കും? അതായത് ഈ വെലോസിറ്റിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വാല്യൂ 10 റേഡിയൻസ് പെർ സെക്കൻഡ് ആണോ 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആണോ, അങ്ങനെ പാരാമീറ്റർ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഈ റോട്ടറിന്റെ ആക്സിസിന്റെ റൊട്ടേഷൻ. റോട്ടറിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ആക്സിസ്. റോട്ടർ ആക്സിസ് ഓഫ് റോട്ടറിന്റെ ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് റോട്ടർ, ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നീ റൊട്ടേഷൻസ്. Now we can represent this angular velocity using vector. സാധാരണ വെക്ടർ ഉപയോഗിച്ച് റെപ്രസെന്റ് ഞാൻ ഇതേ ഡയറക്ഷനിൽ തന്നെ വെക്ടർ ഉപയോഗിച്ച് ഇങ്ങനെയാണ് ഈ വെക്ടർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വെക്ടറിന്റെ ലെങ്ത് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. എത്ര ഒമേഗയാണോ ആ ഒമേഗയുടെ വാല്യൂ 10 റേഡിയൻസ് പെർ സെക്കൻഡ് ആണെങ്കിൽ അത്ര ആ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ ലെങ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദ റോട്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ ഡ്രോയിങ് ദ വെക്ടർ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ റോട്ടർ അല്ലെങ്കിൽ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി ഇങ്ങനെയാണ്. സോ ആംഗുലാർ വെലോസിറ്റിന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് ദി പ്ലെയിൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. സോ ഒന്നുകിൽ ഈ വെക്ടർ കാണിക്കുന്ന ലൈൻ സെഗ്മെന്റ് ഡയറക്ഷൻ ഈ റോട്ടറിന്റെ ആക്സിസിന് പാരലൽ ആയിട്ട് വരക്കുക, അല്ലെങ്കിൽ ഈ ആംഗുലാർ വെലോസിറ്റിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുക. രണ്ട് രീതിയിൽ നമുക്ക് വരണം. ഈ വരച്ചിരിക്കുന്നത് നമുക്ക് ആ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നുകിൽ ദിസ് ഈസ് ഡോൺ പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ട് വരക്കാം. അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ മേലെയുള്ള റോട്ടറിന്റെ ഒമേഗ, ആ ഒമേഗ ഉള്ള പ്ലെയിൻ ഒമേഗ ആണ്. സോ പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ ആയിട്ട് എനിക്ക് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാം. രണ്ടാമത്തെ, സെൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് റോട്ടർ ഈസ് ഡിനോട്ടഡ് ബൈ ടേക്കിംഗ് ദ direction of the vector based on a rule. ഒരു റൂളിന്റെ ബേസിലാണ് ഈ സെൻസ് ഓഫ് റൊട്ടേഷൻ. അതായത് ഇഫ് ഐ എം ലുക്കിംഗ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കാണ് ഞാൻ നോക്കുന്നതെങ്കിൽ എന്റെ വ്യൂയിങ് ഡയറക്ഷൻ ഇതാണ്. ഈ പോയിന്റ് എ ആയി, ഈ പോയിന്റ് ബി ആയി. ഓക്കെ, ഇതിന് ഈ എന്ത് റൂളാന്ന് പറഞ്ഞാൽ ഈ റൂളിന് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ എന്ന് പറയും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നോ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ്. സോ നമ്മളൊരു സ്ക്രൂവിനെ ക്ലോക്ക് വൈസ് തിരിച്ചോണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് നോക്കുന്നെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് ഇത് വരും അല്ലെ. സോറി, ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഈ ഡയറക്ഷനിലാണ് നോക്കുന്നെങ്കിൽ
എന്റെ ഒബ്സർവറിന്റെ പൊസിഷന് ദൂരത്തേക്കാണ് അത് പോകുക. നമ്മളൊരു സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ സ്ക്രൂ ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അത് അമർന്ന് ഉള്ളിലേക്ക് പോകല്ലേ. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഞാൻ നോക്കുന്നെങ്കിൽ ഇവിടുന്ന് അത് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ഈ ഗിവൺ കണ്ടീഷനിൽ ഇതിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് സി ഐ എം യൂസിങ് മൈ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ എന്റെ ഫിംഗേഴ്സ്, സി ഹൗ ദ ഫിംഗേഴ്സ് കേൾ. ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഈ ഡയറക്ഷൻ, ദിസ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. സോ ഞാൻ ഇവിടുന്നാണ് നോക്കുന്നത്. ദാറ്റ് മീൻസ് ഹൗ ഈസ് ദ പൊസിഷൻ ഓഫ് മൈ തമ്പ്. എന്റെ തമ്പിന്റെ പൊസിഷൻ ഇങ്ങനെയാണ്, എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ദാറ്റ് മീൻസ് ഇഫ് ദ റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റിന്റെ വെക്ടർ എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ആംഗുലാർ വെലോസിറ്റിയുടെ ആംഗുലാർ വെലോസിറ്റി എടുക്കുന്ന ആംഗുലാർ മൂവ്മെന്റ്, ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആംഗുലാർ മൂവ്മെന്റ് ഈ ഡയറക്ഷനിലായിരിക്കും. ഇത് രണ്ട് രീതിയിലും പറയും. അതായത് ആംഗുലാർ മൂവ്മെന്റ് ഓഫ് ദ ബോഡി ഇവിടെ ഈ ഡയറക്ഷനിലേക്ക് ആണെങ്കിൽ അതിന്റെ മേലെയുള്ള ആംഗുലാർ മൂവ്മെന്റ് വരണമെങ്കിൽ അവിടെ റൊട്ടേറ്റിംഗ് ബോഡി ഉണ്ടാവും. So the sense of rotation of that rotating body should be in the clockwise direction. This is right hand screw rule എന്ന് പറയുന്നത്. Right hand screw rule. Right hand ഇങ്ങനെ പിടിക്കുക. If this is the rotating direction, clockwise or anti-clockwise, ഈ direction specify ചെയ്യുന്ന the curling of my fingers ആണ്. അങ്ങനെയാണെങ്കിൽ look at the position of the thumb. Thumb ഇങ്ങനെയാണ് ഈ ഡയറക്ഷനിലേക്ക്. ഇതിന്റെ ഒമേഗ റിവേഴ്സ്ഡ് ആണെങ്കിലോ ഞാൻ ഇങ്ങനെ പിടിക്കും. Now the fingers are curling in this direction. ഇത് ഇവിടുന്ന്, അതായത് ബിയിൽ നിന്ന് എയിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഇങ്ങനെ. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഈ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ. സോ ആംഗുലാർ വെലോസിറ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി, ഡയറക്ഷൻ ഓഫ് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ, അതിന്റെ ഒരു കൺസെപ്റ്റ് ഈ ബേസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈ ബേസിക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളും ഈ ഫണ്ടമെന്റൽസ് പറഞ്ഞെന്ന് പറഞ്ഞത്? ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി or the direction of rotation of that particular axis will lead us to angular acceleration. ആ ആംഗുലാർ ആക്സിലറേഷൻ കൂടി നോക്കുമ്പോഴാണ് മനസ്സിലാക്കിയാലാണ് നമ്മൾ കപ്പിളിലേക്ക്. Angular acceleration. Now, ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് is rotating about an axis or spinning about an axis OX. This is having an angular velocity omega. ഈ ഡയറക്ഷനിൽ angular velocity omega എന്ന് ലഭിക്കും. ഈ ഒമേഗ angular velocity, this is spinning about an axis OX. Now, after a time interval of delta t seconds, ഡെൽറ്റ ടി സെക്കൻഡ്സിന് ശേഷം ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഡെൽറ്റ ടി സെക്കൻഡ്സ് കഴിയുമ്പോൾ ഈ ഒ എക്സ് എന്നുള്ള ആക്സിസ് ഫിക്സഡ് ആക്സിസ് അല്ലാതെ, let us assume that this axis OX എന്താണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. Let this axis of rotation itself is having a small angular rotation. ഈ ആക്സിസിനും ചെറിയ റൊട്ടേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഡിസ്ക് ആക്സിസിന്റെ മേലെ ഇങ്ങനെ സ്പിൻ ചെയ്യുന്നു, ബട്ട് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അബൌട്ട് ദി OY ആക്സിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് പോകുന്നത് ഇതിങ്ങനെ കറങ്ങുന്നത്. That means after a time interval of delta t seconds, ഈ ആക്സിസ് ഓഫ് സ്പിൻ കറങ്ങി ഇങ്ങനെ വന്നു നിൽക്കുന്നു.
OX നിന്ന് ഈ ആക്സിസ് ഓഫ് സ്പിൻ OX ഡാഷിലേക്ക് മാറുന്നു. അതായത് this is rotating now. OX, which is the axis, is rotating about the axis OY. OYക്ക് ചുറ്റുമാണ് ഇതിങ്ങനെ കറങ്ങുന്നത്. ഓക്കെ, ഞാനിത് ടോപ്പിൽ നിന്ന് നോക്കുന്ന രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. If you are looking it from the top, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, XZ പ്ലെയിൻ ഉണ്ട്. ഈ താഴെയുള്ള പ്ലെയിൻ XZ പ്ലെയിൻ. സോ XZ പ്ലെയിനിലൂടെ ഈ OX എന്ന് പറഞ്ഞ ആക്സിസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇത് കറങ്ങുമ്പോൾ ഇവിടെ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡെൽറ്റ തീറ്റ, ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ വരും. അപ്പൊ ഈ ഡെൽറ്റ തീറ്റ ടൈം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിൽ ആഫ്റ്റർ ടൈം ഇന്റർവൽ ഓഫ് ഡെൽറ്റ ടി സെക്കൻഡ്സ് ഈ ഒമേഗയിൽ സ്പിൻ ചെയ്യുന്ന ഡിസ്ക് അതിന്റെ ആംഗുലാർ വെലോസിറ്റി കൂടി ചെറുതായിട്ട് കൂടുന്നു കേൾക്കാം. ഇതിന്റെ സ്പീഡ് ഒമേഗ പ്ലസ് ഡി ഒമേഗ ഡി വേണ്ട, സ്മോൾ ചേഞ്ച് എടുത്താണ്. സോ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ. സ്പിന്നിങ് ഡയറക്ഷൻ ഒക്കെ ഇതുണ്ട്. So what is happening? Initially, you had an axis OX about which a disk was spinning. Now the spinning velocity, which is equal to the angular velocity of the disk, was omega. Now after a time interval of delta t seconds, what is happening? The spinning axis OX itself is having a small angular rotation. So the spinning axis gets displaced by delta theta angular displacement. Now, while the spinning axis itself is rotating, what is happening to the disk? The angular velocity of the disk is also slightly increasing, omega to omega plus delta omega. Now, let us try to represent this thing using or represent these angular velocities and accelerations using vector diagram. Vector diagram is represent here. Now, what I am going to show is, I will show you a vector diagram. I'll start a vector that end at A. O A is a vector and in direction. So what does OA represent? OA represents omega. Omega and the angular velocity and OA would be. Oil in the motor come open. Oil in the motor come open. So in the spinning direction. So if I am looking from O to A, the spinning direction is clockwise. Clockwise. Even in the spinning direction. So the angular movement vector should be shown to that direction. So oil nail oil nail arrowhead sense of rotation represented the vector. Now delta t seconds in session. The axis is mottathil maarunnu. Aa axis is mottathil maarunnu engotekkaanu. ഈ ഡയറക്ഷനിലേക്ക് മാറുന്നു OX. സോ ആ പുതിയ OX ഡാഷ് എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്ക് ഉണ്ടാകുന്ന ആംഗുലാർ വെലോസിറ്റി വെക്ടറിന് ഒമേഗ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആ വെക്ടറിന് ഞാൻ രണ്ടാമതൊരു ആ വെലോസിറ്റി ആ ആംഗുലാർ വെലോസിറ്റി രണ്ടാമതൊരു വെക്ടറായിട്ട് ഇങ്ങോട്ടേക്ക് ഇതിന്റെ ഇങ്ങോട്ടേക്കാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്? ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ. ഈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡെൽറ്റ തീറ്റ. ഈ ഫിഗർ ഞാൻ എങ്ങനെ വരക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുന്ന ടോപ്പ് വ്യൂല് വരക്കുന്നത്. ടോപ്പ് വ്യൂല് XZ പ്ലെയിൻ ആണ് ഈ കാണുന്നത്. സോ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ. Now, if I join this point A to this point B, ഈ കിട്ടുന്നതായിരിക്കും എന്താണ് ഈ AB എന്ന് പറഞ്ഞാൽ എന്താണ്? The change in angular velocity. ഇവിടെ സംഭവിക്കുന്ന ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ആണ് AB. ABന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? റിസൾട്ടന്റ് ആണ്. സോ ഇതിങ്ങോട്ടാണെങ്കിൽ ആണ് സംഭവിച്ചത്. Yes, sir. So when we join AB, what does we obtain? We obtain the change in angular velocity of the rotor. The rotor angular velocity change ആണ് ഈ വെക്ടർ കാണിക്കുന്നത്.
Now the vector AB can be resolved into two components. രണ്ട് components ആയിട്ട് റിസോൾവ് ചെയ്യാം. ആ രണ്ട് കോമ്പണന്റ് കൂടി ഞാൻ ഇന്ന് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് എ സി. ഫസ്റ്റ് കോമ്പണന്റ് ഈസ് എ സി. എ സി എന്ന് പറഞ്ഞാൽ എന്താ? എ സി in the x-axis direction, resolving the component of change in velocity along the x-axis. രണ്ടാമത്തത് സി ബി ആണ്. സി ബി റിസോൾവ് ചെയ്യുന്നത് സി ബി ഇസ് റിസോൾവ്. ഇതിന് ഇങ്ങോട്ട് റിസോൾവ് ചെയ്യാൻ, ഇതിനെ y ഡയറക്ഷൻ റിസോൾവ് ചെയ്യാം. സി ബി y ഡയറക്ഷൻ. ഇങ്ങനെ ക്ലിയർ അല്ലേ? രണ്ട് റിസോൾവ് കോമ്പണന്റിലേക്ക് മാറ്റി. അതായത് ഈ എ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ഇതേ എ ബി തന്നെയാണ് ഇവിടെയും കിട്ടുന്ന ഹൈറ്റ്. ഈ ഹൈറ്റ് സെയിം ആയിരിക്കും. ഈ പോയിന്റ് നമുക്ക് ബി ആയിട്ട് എടുക്കും. സോ സി ബി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സി ബി. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഈ എ സി എന്ന് പറഞ്ഞ റിസോൾവ്ഡ് കോമ്പണന്റ് എയിൽ നിന്ന് സിയിലേക്കാണ് എയറോ ഹെഡ്. സോ അതുകൊണ്ട് അതായത് ഓയിൽ നിന്ന് ഇവിടെ നിന്നുള്ള എയറോ ഹെഡ് ഓയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് ഈ ആംഗുലർ വെലോസിറ്റിയുടെ റൊട്ടേഷൻ ഡയറക്ഷൻ ഇങ്ങനെയാണ് സെൻസ്. അതേ സെൻസ് ആയിരിക്കും എ സി ഉണ്ടാവും. ബട്ട് സിയിൽ നിന്ന് ബിയിലേക്കാണ് നോക്കുന്നത്. സോ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെ തമ്പുവാണ്. ദാറ്റ് മീൻസ് എന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ കേൾ ചെയ്യുന്നതുകൊണ്ട് സിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഇവിടെ റൊട്ടേഷൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ആംഗുലർ വെലോസിറ്റിന്റെ ചേഞ്ചിനെ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി ആ റിസോൾവ്ഡ് കോമ്പണന്റ്സിന് സെൻസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാവും. നോട്ട് ചെയ്യണേ ഈ കാര്യങ്ങൾ. Now, this change in angular velocity, AC എന്ന് പറഞ്ഞ change in angular velocity, എനിക്ക് എങ്ങനെ analytically represent ചെയ്യാൻ പറ്റും? Omega plus delta omega cos theta cos delta theta minus omega. അതായത് OC എന്ന് പറഞ്ഞ കോമ്പണന്റ് മൈനസ് ഒ എ ആണ്. ഈ എഴുതിയ എന്താണ്? ഒ സി മൈനസ് ആണ് എഴുതിയത്. ഒ സി എന്ന് പറഞ്ഞാൽ ഈ ഒ ബി വെക്ടറിന്റെ എക്സ് കോമ്പണന്റ്. ഒ എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ഒമേഗ. ഡയറക്ഷൻ റൊട്ടേഷൻ കേൾക്കുന്നില്ല? ബിസി ഇല്ലേ? ഏത് ഈസിയോ? സി ബി ഇല്ലേ? ബി സി അതിന്റെ റൊട്ടേഷൻ ബി സിന്റെ ഡയറക്ഷൻ സിയിൽ നിന്ന് ബിയിലേക്കാന്ന് മനസ്സിലാവാനുള്ള കാരണം എന്താ? കാരണം ഇതിന്റെ ഒരു ഈ സി എ സി എന്ന് പറഞ്ഞതിന്റെ റിസോൾവ്ഡ് കോമ്പണന്റ് ആണ് ഒന്നിങ്ങനെയാണെങ്കിൽ ഇതിന്റെ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ല, ഇത് ഇങ്ങോട്ടേക്കല്ല ശരിയല്ലേ? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വേണ്ടത്. അതാണ് ഈ സി ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സിയിൽ നിന്ന് ബിയിലേക്കാണ് ഇതിന്റെ ഡയറക്ഷൻ പോകുന്നതെങ്കിൽ എന്റെ തമ്പ്, അതായത് ഈ ആംഗുലാർ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഈ തമ്പാണ്. ഈ തമ്പ് ഇങ്ങനെ വെച്ചാൽ എന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഈ ഡയറക്ഷൻ അല്ല. അത് ഞാൻ സിയിൽ നിന്ന് ബിയിലേക്ക് നോക്കുന്നു എന്നാണ്. ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യും. ഈ ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചത്. സിയിൽ നിന്ന് ബിയിലേക്ക് നോക്കുന്നത് ഏതാ സാർ? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല കറങ്ങണ്ട്. എങ്ങോട്ട് എങ്ങോട്ട്? ആ റൂള് വെച്ച് നോക്കുമ്പോ റൂള് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഓപ്പോസിറ്റ് അല്ലേ കറങ്ങണ്ടേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിലായില്ല. ഞാനിത് ഒന്നുകൂടി പറയാം. ഇത് മൊത്തം കാണുന്നത് ഒന്നും കൂടി ഫിംഗർ ആ റൂൾ തമ്പ് വെക്കുവോ അവിടെ? ഇതാ തമ്പ് ഇങ്ങനെ, ഫിംഗേഴ്സ് കളിയുന്ന ഇങ്ങനെ. അപ്പൊ ഇപ്പൊ സാറ് വരച്ചത് നേരെ ഏതാ?
സാർ അപ്പൊ റൊട്ടേഷൻ മാർക്ക് ചെയ്ത് ഓപ്പോസിറ്റ് അല്ലേ എന്നാ ചോദിച്ചത്. ആരൊക്കെ ഒരാൾ പറ. ഇപ്പൊ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? ഇതാണ് ഞാൻ ഇങ്ങനെയുള്ള കേർവിംഗ് ആണ് ഞാനിവിടെ കാണിച്ചത്. അതെ, സിയിൽ നിന്ന് ബിയിലേക്ക് നോക്കുമ്പോൾ ഈ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ്. തമ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഫിംഗേഴ്സ് കളിയിൽ ഇങ്ങനെ. ഞാൻ നോക്കുന്നത് ഇവിടുന്നാണ്. ഇവിടെ നോക്കുന്നതിന് ഇങ്ങനെ നോക്കിയാട്ടെ. നിങ്ങൾക്ക് മൊത്തത്തില് ആക്സിസ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ? ഇത് Z ബൈ എക്സ്. ഈ എക്സ് സെഡ് എന്ന് പറഞ്ഞ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ എക്സ് സെഡ് എന്ന് പറഞ്ഞ പ്ലെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്ലെയിൻ ഇങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ പ്ലെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ കാണിച്ചത്. ഈ പ്ലെയിനിലൂടെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഡിസ്ക് ഉണ്ടായിരുന്നു, ഈ ഡിസ്ക് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് നോക്കണം. ഈ ടോപ്പ് വ്യൂ നോക്കുന്ന ഫിഗറാണ് ഞാൻ ഇവിടെ വരച്ചത്. ഇത് O ആയി. ഈ വെക്ടേഴ്സ് മാത്രം കാണിക്കാം. ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് OA ആണ്. ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇത് OB ആണ്. ഞാൻ മുകളിൽ നേരെ താഴേക്ക് നോക്കണേ. ആ രീതിയിലാണ് ഇമാജിൻ ചെയ്യുന്നത്. ഇതിനെ ഞാൻ ഇങ്ങനെ പ്ലെയിൻ ഓഫ് ദ ബോർഡിലേക്ക് ഞാൻ എടുത്തു വെച്ചതാണ്. ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് അതിനെ ഇങ്ങനെ തിരിച്ചു വെച്ചതായിട്ട് ആലോചിക്കും. അപ്പൊ AB എന്നുള്ള സാധനം എനിക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് അവിടെ വരച്ചത്. അപ്പം ഇവിടുന്ന് ഈ ഒരു ചെറിയ സെക്ഷൻ AC ആയി. AC ഇങ്ങോട്ടുള്ള സെക്ഷൻ ഇത് സിയും ഇത് ബിയും ആണ്. ഇത് മൊത്തം ഈ താഴത്തെ പ്ലെയിനിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എന്താ ഇവിടെ സംശയം എന്താണ്? ഹലോ, ഹലോ. സാർ അല്ല, എന്താണ് സംശയം? സാർ ആ റൊട്ടേഷൻ വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ഏത് റൊട്ടേഷൻ? BC വെക്ടറിന്റെ. BC എന്ന് പറഞ്ഞ വെക്ടറിനെ ഞാൻ സിയിൽ നിന്ന് ബിയിലേക്കാണ് നോക്കുന്നെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ. സി എന്റെ ഈ മുഷ്ടി സി ആണ്. സിന്ന് ബിയിലേക്കാ പോകുന്നെങ്കിൽ ഈ എയറോ ഹെഡ്, ഈ സാധനത്തിന്റെ എയറോ ഹെഡ് ഇങ്ങനെയല്ലേ? സിന്ന് ബിയിലേക്കല്ലേ? ആ ഡയറക്ഷനിലേക്ക് ഞാൻ തമ്പ് വെക്കുന്നു. അപ്പൊ എന്റെ മുഷ്ടി ചുരുട്ടത് എങ്ങനെയാ? ഇങ്ങനെയാണ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കുന്ന ഞാൻ ഇനി കൈ ഇങ്ങനെ തിരിച്ചു കാണിച്ചു തരാം. ഈ കേർലിംഗ് ഡയറക്ഷൻ എന്താണ്? ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ്. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. സിന്ന് ബിയിലേക്ക് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ്. സിന്ന് ബിയിലേക്ക് നോക്കുന്നു കിട്ടിയത് എങ്ങനെയാണ്? ഈ കോമ്പണന്റിന് AC എന്ന് പറഞ്ഞ കോമ്പണന്റിനെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്ത എയിൽ നിന്ന് സിയിലേക്ക്, AC എന്ന് പറഞ്ഞ കോമ്പണന്റിനെ Y ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത എയിൽ നിന്ന് ബിയിലേക്ക്. ഇങ്ങനെയല്ലേ നോക്കണ്ടേ? സാർ ഇനി നോക്ക്, ഹൗ ക്യാൻ വി എക്സ്പ്രസ് ദിസ് AC? ഈ AC എന്ന് പറഞ്ഞ കോമ്പണന്റിനെ ഈ ട്രയാങ്കിളിന് OB മൈനസ് OA. OB എന്ന് പറഞ്ഞാൽ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ കോസ് തീറ്റ. ഈ OB-ന്റെ X ഡയറക്ഷനിലേക്കുള്ള റിസോൾവ് കോമ്പണന്റ് മൈനസ് ഇത് ഓൾറെഡി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒമേഗയാണെന്ന് അറിയാം. സോ ഇഫ് AC ഇതാണെങ്കിൽ AC റെപ്രസെന്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെറും ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി എന്താണ്? ഇതിന് AC ഹാപ്പണിംഗ് ഇൻ ദ ടൈം ഇന്റർവെൽ ഓഫ് ഡെൽറ്റ ടി ആണ്. AC വെറും ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടോട്ടൽ ടേം, അതായത് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഡെൽറ്റ തീറ്റ മൈനസ് ഒമേഗ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് AC ന്റെ റേറ്റ് ഓഫ് ചേഞ്ച്.
ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എല്ലാത്തിനെയും കൂടി ഡെൽറ്റ ടിയിലേക്ക് ഉൾപ്പെടുത്തിയാണ് അല്ലേ? യെസ് സർ. ഓക്കെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ് ഇവിടെ കിട്ടിയത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ആക്സലറേഷൻ ആണ് അല്ലേ? യെസ് സർ. Yes, sir. So now rate of change of angular acceleration നമ്മൾ represent ചെയ്യുന്നത് അല്ലെങ്കിൽ rate of change of velocity or else angular acceleration ഇതിനെ represent ചെയ്യുന്നത് ഇതേ equation but limit this change in time delta t subtends to 0. That means limit delta t subtends to 0 പിന്നെ ഇതാണ് omega plus delta omega cos delta theta minus omega all divided by delta. The limit delta t tends to 0 of this particular value. ഇതാണ് angular acceleration. Clear ആണോ? Is it clear? സർ. Within this range ലേക്കാണ് അതിനെ കൊണ്ടുവന്നത്. Now see, if delta t is tending to 0, delta t 0 ആണ് എന്ന കണ്ടീഷൻ ആണെങ്കിൽ ഈ ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞ സാധനം 0 ആവില്ല. ഡെൽറ്റ ടി ചേഞ്ചിന് ടൈം ചേഞ്ചിന് ശേഷമാണ് ഡെൽറ്റ തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ തീറ്റ 0 ആണെങ്കിൽ കോസ് 0 എന്താണ്? 1 ആണ് അല്ലേ? That means when delta t tends to 0, what happens? Delta theta also tends to 0. അങ്ങനെയാണെങ്കിൽ cos delta theta becomes what? 1. Cos delta theta 1 ആണെങ്കിൽ what happens to angular acceleration? Angular acceleration നമുക്ക് alpha എന്ന വാല്യൂവിൽ കാണിക്കാം. Alpha becomes what? Alpha in the x direction, alpha x in the total angular acceleration അല്ല, കാരണം AC ന്റെ ഇക്വേഷൻ ആണ് ഇത്. So alpha x becomes what? Omega plus delta omega minus omega divided by delta t. This is nothing but delta omega minus delta omega by delta t. ഇതിനാണ് എഴുതുന്നത് d omega by dt. Partial differentiation delta എന്നുള്ള മാറ്റിട്ട് full differentiation d omega by dt എഴുതും. Clear? So alpha angular acceleration in the x direction നമുക്ക് d omega by dt കിട്ടി. So actually d omega by dt change of omega with respect to time ആണ്. അതായത് omega എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Angular velocity of the spinning disk ആണ്. So alpha x അല്ലെങ്കിൽ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിന്റെ ഈ കോമ്പണന്റ് AC എന്ന് പറഞ്ഞ കോമ്പണന്റിനെ കൊണ്ട് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ that denotes the change in angular velocity of the disk. ആ ഡിസ്കിന്റെ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന ആംഗുലാർ ആക്സിലറേഷൻ ആണ് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ കോമ്പണന്റ് ആയിട്ട് കിട്ടുന്നത്. Now, change in angular velocity in the y direction. Y direction കൂടി ഒരു കോമ്പണന്റ് ഉണ്ട്, CB എന്ന് പറയുന്നത്. ആ CB എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? Change in angular velocity in the y direction. CB എടുത്താൽ എന്ത് കിട്ടും? CB എന്ന് പറഞ്ഞാൽ എന്താ? ഈ OB sin delta theta. ഈ OB sin delta theta അല്ലേ ഇത്? So this is nothing but omega plus delta omega. Yes, ഇത് മാത്രമേ ഉള്ളൂ. ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ സൈൻ ഡെൽറ്റ തീറ്റ. സൈൻ കോമ്പണന്റ് ഇത് സി ബി ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച്, ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഒമേഗ പ്ലസ് ഡെൽറ്റ തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ്.
ഈ റേറ്റ് ഓഫ് ചേഞ്ചിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗുലർ ആക്സലറേഷൻ ആക്കണമെങ്കിൽ ലിമിറ്റ് ദിസ് ചേഞ്ച് when delta t tends to 0. So ഇത് നമുക്ക് ആൽഫ വൈ നൽകും. It's nothing but limit delta t tends to 0 omega plus delta omega sin delta theta divided by delta t. ഇതാണ് എന്ത് ചേഞ്ച് ഇൻ ആംഗുലർ ആക്സലറേഷന്റെ y ഡയറക്ഷൻ. Now ഇവിടെ when delta t tends to 0 അങ്ങനെയാണെങ്കിൽ delta theta again 0 ലേക്കാണ് പോകുന്നത്. When delta t tends to 0, what happens? Delta theta also should tend to 0. 0 ലേക്കാണ് പോകുന്നത്. ഇതങ്ങനെയാണ് പോകുന്നതെങ്കിൽ സൈൻ ഡെൽറ്റ തീറ്റ നമുക്ക് വളരെ ചെറിയ വാല്യൂ അല്ല. സോ സൈൻ എന്നുള്ളതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഡെൽറ്റ തീറ്റ തന്നെ അങ്ങ് എഴുതിയാൽ പോരാ. സൈൻ ഡെൽറ്റ തീറ്റ ടെൻസ് ടു ഡെൽറ്റ തീറ്റ ചെറിയ വാല്യൂലേക്കല്ലേ പോകുന്നത് അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ വൈ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ വൈ ക്യാൻ ബി റീറിട്ടൻ ആസ് വാട്ട്? എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ പറ. omega plus delta omega into delta theta by delta t. Omega plus delta omega into delta theta by delta t. Delta theta by delta t ഞാൻ എന്ത് ചെയ്യുന്നു? d theta by dt എടുക്കുന്നു. d theta by dt എടുക്കുന്നു. omega plus delta omega delta theta by delta delta theta by delta t എന്നുള്ളതിനെ ഞാൻ d theta by dt എടുക്കുന്നു. പാർഷ്യൽ ഡെക്കംപോസിഷൻ ആണ്. omega plus delta omega. Let me for the time being small change ആണെങ്കിൽ ഈ omega plus delta omega ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോർ ദ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇക്വേഷൻ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കാതെ സിമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി തൽക്കാലം ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗന ടെൻസ് ടു ഒമേഗ ചേഞ്ച് വളരെ മൈന്യൂട്ട് ആണ്, നെഗ്ലിജിബിൾ ചേഞ്ച് ആണ് വിചാരിക്കാം ആംഗുലർ വെലോസിറ്റി. സോ അങ്ങനെയാണെങ്കിൽ ആൽഫ വൈ അവർ ആംഗുലർ ആക്സിലറേഷൻ വൈ ഡയറക്ഷൻ എന്തായി മാറും? ഒമേഗ ഇൻറ്റു d theta by dt. So now the total angular acceleration എന്തായിട്ട് എടുക്കണം? ഇത് പ്ലസ് ഇത് അല്ലെ, ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ ആണ് എടുക്കുക. സോ ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ അതായത് ടോട്ടൽ ആംഗുലർ ആക്സിലറേഷൻ is nothing but total angular acceleration alpha is equal to what will happen? d omega by dt plus omega d theta by generalized ആയിട്ട് equation കിട്ടും. d omega by dt plus omega d theta by dt. Look at this term d omega by dt. Now this represents the change in magnitude of the angular velocity of the rotating disk. ആ റൊട്ടേറ്റിംഗ് ഡിസ്കിന്റെ ഒമേഗ അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ചിനെ കാണിക്കുന്നതാണ് ഈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമോ ഒമേഗ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി, അവിടെ ചേഞ്ച് ഡി തീറ്റ ബൈ ഡി ടിയിലാണ് പ്രകടമായിട്ട് കാണുന്നത്. വാട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടിയുടെ ചേഞ്ച്? ആ ഒ എക്സ് എന്നുള്ള ആക്സിസിന്റെ റൊട്ടേഷന്റെ ചേഞ്ച് ആണ് ഡി തീറ്റ ബൈ ഡി ടി ആയിട്ട് കാണുന്നത്. സോ വാട്ട് ഈസ്
exactly happening there. Second term represent ചെയ്യുന്നത് എന്തിനാണ് ബേസിക്കലി the change in axis of spin. ഈ സ്പിൻ ആക്സിസിന്റെ മേലെയാണ് ഈ ഡിസ്ക് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്പിൻ ചെയ്യുന്ന ഈ ആക്സിസിന്റെ ചെറിയ ചേഞ്ച് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ, ഈ ചേഞ്ചിനെ സിഗ്നിഫൈ ചെയ്യാൻ ഇത്. ബട്ട് ആദ്യത്തെ ടേമോ ഇതിന്റെ സ്പിൻ ആക്സിന് മേലെ സ്പിൻ ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഡിസ്കിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ റൊട്ടേറ്റിംഗ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് ചേഞ്ചിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് ടേം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സർ. സോ ഈ ഇക്വേഷൻ സിഗ്നിഫിക്കന്റ് ആയിട്ട് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ വിൽ ലീഡ് us to gyroscopic couple. ഈ ഇക്വേഷൻ ആണ് നമ്മളെ ഗൈറോസ്കോപ്പിക് കപ്പിളിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇങ്ങനെ ഒരു ആംഗുലാർ ആക്സിലറേഷൻ ചേഞ്ച് ഉണ്ടാവുമ്പോൾ, അതായത് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നില്ല, ഒരു ആക്സിസ് അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിന്റെ മേലെ ഒരു ബോഡി സ്പിൻ ചെയ്യുന്നു. ഓക്കെ, അത് സ്റ്റാറ്റിക് ആയിട്ട് ആ ആക്സിസിന് ചേഞ്ച് ഒന്നുമില്ല, അത് സ്പിന്നിങ് മാത്രമാണ് നടക്കുന്നെങ്കിൽ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഈ ഷാഫ്റ്റിന്റെ മേലെ ഒരു ഡിസ്ക് ഉണ്ടായിരുന്നു, ഈ ഡിസ്ക് സ്പിൻ ചെയ്യുന്നുണ്ട് ഒമേഗ എന്നുള്ള വെലോസിറ്റി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നെങ്കിൽ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഈ ഒ എക്സ് എന്നുള്ള ആക്സിസ് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിനൊരു ഡെൽറ്റ തീറ്റ എന്നുള്ള ചേഞ്ച് വന്നു. ഈ സ്പിന്നിങ് ആക്സിസ് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് കറങ്ങാൻ തുടങ്ങും. ഈ സ്പിന്നിങ് ആക്സിസ് ഇങ്ങോട്ട് കറങ്ങാൻ തുടങ്ങും. ആ സ്പിന്നിങ് ആക്സിസ് കൂടി കറങ്ങുമ്പോഴാണ് അവിടെ പ്രശ്നം. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ, അതായത് എന്റെ റൊട്ടേറ്റിംഗ് ഡിസ്കിന്റെ ആക്സിസ് ഇതാണ്, ഈ ആക്സിസിന്റെ പുറത്തൊരു ഡിസ്ക് റൊട്ടേറ്റിംഗ് സ്പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ആക്ഷൻ നമ്മൾ സ്പിന്നിങ് പറയും. ഇതാണ് സ്പിന്നിങ്. അപ്പൊ സ്പിന്നിങ് അബൌട്ട് ദി ആക്സിസ് ഒ എക്സ് ആണ്. അപ്പൊ ഒ എക്സ് എന്തായി ഇവിടെ സ്പിൻ ആക്സിസ് ആണ്. ബട്ട് സംഭവിക്കുന്നത് എന്താ, ഈ സ്പിൻ ആക്സിസ് മൊത്തത്തിൽ ഒരു റൊട്ടേഷൻ സംഭവിക്കുന്നു അല്ലെ. സ്പിൻ ആക്സിസ് ഇങ്ങനെ കറങ്ങുന്നു. അബൌട്ട് വാട്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട് ഓവർ. ഈ ഓവർ ആക്സിന് ചുറ്റും സ്പിന്നിങ് ആക്സിസ് എന്ന് പറയുന്നത്, ഈ സ്പിൻ ചെയ്യുന്ന ഡിസ്കിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്പിന്നിങ് ആക്സിസ് ഇങ്ങനെ കറങ്ങുന്നു. ഈ മൂവ്മെന്റിന് നമ്മൾ പ്രിസിഷൻ എന്ന് പറയും. പ്രിസിഷൻ മോഷൻ എന്ന് പറയും. അപ്പൊ ഓവർ എന്നുള്ള സാധനം എന്തായി, ഇത് ആക്സിസ് ഓഫ് പ്രിസിഷൻ. ആക്സിസ് ഓഫ് പ്രിസിഷൻ. OX എന്തായിരുന്നു, ആക്സിസ് ഓഫ് സ്പിൻ അല്ലെങ്കിൽ സ്പിൻ ആക്സിസ്. കാരണം OX ആക്സിന് മേലെ ഡിസ്ക് സ്പിൻ ചെയ്ത് കൊടുക്കുന്നു. ബട്ട് ഈ സ്പിന്നിങ് ഡിസ്കിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആക്സിസ് ഇറ്റ്സെൽഫ് അത് മൊത്തത്തിൽ എന്ത് ചെയ്തു, OY എന്നുള്ള ആക്സിസിന് ചുറ്റും കറങ്ങുന്നു. So this motion is described as precession. So now OY becomes the axis of precession. Now whenever such a condition arises, ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, the advent of gyroscopic coupling. ഇവിടെയാണ് നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സർ. ആലോചിച്ച് ഗൈറോസ്കോപ്പിക് കപ്പിൾ അല്ലെങ്കിൽ ഇത് സാധാരണ ഒരു കപ്പിളാന്ന് കേൾക്കാം. ഗൈറോസ്കോപ്പിക് കപ്പിൾ ഞാൻ സീനെ കൊണ്ട്, ഈ കപ്പിൾ എന്ന് പറഞ്ഞാൽ ടോർക്ക് തന്നെയാണല്ലോ. ടോർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് I ഇൻറ്റു ആൽഫ എന്നല്ല. F ഈസ് ഈക്വൽ ടു MA ആണ്. അതിന്റെ റൊട്ടേറ്റിംഗ് കൗണ്ടർ പാർട്ട് ആണ് I ഈസ് ഈക്വൽ ടു T ഈസ് ഈക്വൽ ടു I ആൽഫ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? I മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ കണ്ടീഷൻ ബോഡിന്റെ ആൽഫ നമുക്ക് ഇതായിട്ട് കിട്ടി. സപ്പോസ് ഈ OX എന്ന് പറഞ്ഞ ആക്സിസിൽ ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഈ സാധനം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഡിസ്ക് ഇവിടെ തന്നെയുണ്ട് അല്ലെ. ഡിസ്കിന്റെ വെലോസിറ്റി ഒമേഗ തന്നെയാണ് വിളിക്കുക. നേരത്തെ ഒമേഗ എന്ന് ഡെൽറ്റ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗയിലേക്ക് മാറി. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒമേഗക്ക് ചേഞ്ച് വരുന്നില്ല. ബട്ട് ആക്സിസ് സ്പിന്നിങ്, അതായത് സെയിം ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലാർ റിലേഷൻ തന്നെ ഇത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമൊന്നും വരുന്നില്ല. ബട്ട് OX എന്ന് പറഞ്ഞ ആക്സിസ് ഇങ്ങനെ പ്രിസിഷൻ ചെയ്യുന്നുണ്ട്. ആ കണ്ടീഷൻ ആണെങ്കിൽ ഈ ഫസ്റ്റ് ടേം എന്തിനെ കാണിക്കുന്ന, ചേഞ്ച് ഇൻ ദിസ് ഒമേഗ അല്ലെ. ഈ സ്പിന്നിങ് ഡിസ്കിന്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗന്റെ ചേഞ്ച് ആണ് ഈ ഫസ്റ്റ് ടേം കാണിക്കുന്നത്. ഇഫ് ഈ സ്പിന്നിങ് ഡിസ്കിന്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ മാറുന്നില്ല എങ്കിൽ നമുക്ക് ഈ ടേമിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ആവശ്യം വരുന്നുണ്ടോ?
വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പം ആൽഫാന്റെ വാല്യൂ എന്താവും? ഒമേഗ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി മാത്രമായി മാറും. ഈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈ തീറ്റയാണ്. ഈ ഡി തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് എന്താ? സ്പിന്നിങ് ആക്സിസിന്റെ ചേഞ്ച് ആണ്. ഈ സ്പിന്നിങ് ആക്സിസ് ഡെൽറ്റ തീറ്റ എന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒമേഗയാണ് അല്ലേ? ഈ ഒമേഗയാണ് നമ്മൾ ഒമേഗ പി എന്ന് പറയുന്നത്. കാരണം ഈ ഒമേഗ റിലേറ്റ് ചെയ്യുന്ന ആക്സിസിന്റെ OX എന്ന് പറഞ്ഞ ആക്സിസിന്റെ റൊട്ടേഷനാണ്. ഈ റൊട്ടേഷൻ നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. സോ ഈ OX എന്ന് പറഞ്ഞ ആക്സിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ആംഗുലർ വെലോസിറ്റി നമ്മൾ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ എന്ന് പറയും. സോ ഈ ടി ഈസ് നത്തിങ് ബട്ട് ഈ ടി നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഡി തീറ്റ അല്ലെ? ഒമേഗ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി. ഈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് ഒമേഗ പി ആണ്. ഐ ഇൻറ്റു ഒമേഗ ഇൻറ്റു ഒമേഗ പി. ഈ ടി തന്നെയാണ് വരുന്നത് ഗൈറോസ്കോപ്പിക്. ഇതാണ് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്കുള്ള ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിന്. സോ ഈ ഡെറിവേഷൻ 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഈ ആംഗുലർ ആക്സിലറേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റി പറയാം. ആ ആംഗുലർ ആക്സിലറേഷൻ ഡിറൈവ് ചെയ്യണ്ട. ആംഗുലർ ആക്സിലറേഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ്. നേരത്തെ വരച്ച ആ ഫിഗർ കാണിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സർ അവർ 11:50 വരെയാ? 11:50. 11:50 വരെ അവർ? സർ ഓക്കെ ഓക്കെ, then we'll continue. So ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ.